പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിരുസന്നിധിയിൽ നമ്മൾ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ബൈബിൾ തുറന്ന് സങ്കീർത്തനം 123 എടുക്കാം. സാം നമ്പർ 123, 123 സങ്കീർത്തനം. കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നമ്മളേറെ ധ്യാനിക്കുന്നു. ആ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന വലിയൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം 123. വായിക്കാൻ നമുക്കൊരുമിച്ച്. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്ക് എന്നതുപോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്ക് എന്നതുപോലെ, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റും അടുത്തു. സുകാലസ്വരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലതുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 123 സങ്കീർത്തനം ഏതൊരു സങ്കീർത്തനവും പോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു വലിയ പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കേണപേക്ഷിക്കുന്ന ഒരു എളിയ ദാസന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥന. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങേ പക്കലേക്ക് ഞങ്ങൾ കണ്ണുയർത്തുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഏതൊരു സങ്കടത്തിലും, ഏതൊരു പ്രതിസന്ധിയിലും, ഏതൊരു ആകുലതയിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥനയാണ്. കാരണം നമുക്കറിയാലോ, കർത്താവിൻ്റെ കരുണ ഇറങ്ങിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷനായി, നമ്മുടെ ആകുലതകൾക്ക്, നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരവായി, നമ്മുടെ ടെൻഷനുകൾക്കൊക്കെ ഒരു പരിഹാരമായി കർത്താവിൻ്റെ കരുണ ഇറങ്ങിയാൽ, ഏറെ പ്രത്യേകമായിട്ട് നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി വിശുദ്ധീകരിക്കാൻ സാധിക്കുക, നമുക്ക് വീണ്ടും വിശുദ്ധിയിലേക്ക് വളരാൻ സാധിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ കരുണയിലൂടെയാണ്. അപ്പോൾ ദാസന്റെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്ക് എന്നതുപോലെ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ കണ്ണുകൾ നമ്മൾ തുറക്കുകയാണ്. എന്തിനു വേണ്ടി? എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാനോ, എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാനോ, എൻ്റെ കടങ്ങൾ മാറാനോ, എൻ്റെ രോഗങ്ങൾ മാറാനോ ഒന്നുമല്ല. അതിനൊക്കെ മുകളിൽ കർത്താവേ, അങ്ങേക്ക് എന്നോട് കരുണ തോന്നണം. കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടപ്പാടുകൾ സങ്കീർത്തകൻ വിവരിക്കുന്നതാണ് 4 വാക്യത്തിൽ. സുകാലസ്വരുടെ പരിഹാസം അഹങ്കാരികളുടെ നിന്ദനമൊക്കെ ഏറ്റ് ഞാൻ തളർന്നു, ഞാൻ മടുത്തു. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുന്നോണ്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഈ ഒരു ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാകും. ദൈവമേ, ഈ ഒരു ദിവസം മുഴുവൻ ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു, മടുത്തു. ഞാൻ പ്രവർത്തിച്ചതിനോ ഞാൻ അധ്വാനിച്ചതിനോ ഒന്നും ചിലപ്പോൾ ഫലം കിട്ടുന്നില്ല. ചിലപ്പോൾ ഞാൻ അധ്വാനിച്ചിട്ടും എനിക്ക് നിന്ദനമാണ്, പരിഹാസമാണ്, കളിയാക്കലുകളാണ്, എനിക്കൊരു പരിഗണനയും കിട്ടുന്നില്ല. ഞാൻ ചെയ്യുന്ന ജോലിക്കൊന്നും ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറയുന്നില്ല. എൻ്റെ അധ്വാനം ആരും കാണുന്നില്ല. എല്ലാവരും എന്നെക്കുറിച്ച് മോശമായിട്ട് പറയുന്നു, കളിയാക്കുന്നു. എൻ്റെ അധ്വാനത്തിനൊരു വില തരുന്നില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു നിന്ദനത്തിൽ, അങ്ങനെ ഒരു മടുപ്പിൽ നിന്നുകൊണ്ട് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ കരുണ തോന്നണേ. കാരണം അങ്ങേക്ക് കരുണ തോന്നിയാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുകയാണ്. എനിക്ക് ഏറ്റവും ഇതൊരു വലിയൊരു പ്രാർത്ഥന മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. എന്തെന്നറിയോ? എനിക്ക് കഷ്ടതയുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, രോഗങ്ങളുണ്ട്, പീഡകളുണ്ട്, ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ട്, പാപങ്ങളുണ്ട്, കുറവുകളുണ്ട്. പക്ഷേ എനിക്കൊരു ദൈവമുണ്ട്, സർവശക്തനായൊരു ദൈവം, കരുണാനിധിയായ ഒരു ദൈവം, ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം കൂടെ എനിക്കുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾക്ക് മുകളിൽ, എൻ്റെ സങ്കടങ്ങൾക്ക്, എൻ്റെ ചോദ്യങ്ങൾക്ക്, എൻ്റെ ആകുലതകൾക്ക് മുകളിൽ സ്വർഗത്തിൽ വാഴുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ വിളിച്ചാൽ ഈ ഭൂമിയിലേക്ക് ചെവി ചായിച്ച് എനിക്ക് ഉത്തരം നൽകുന്ന എൻ്റെ ദൈവം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലതുയർത്തി പറ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ ഒരു കോൺഫിഡൻസിൽ, ആ ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് സങ്കീർത്തകൻ പാടുക, സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ഒരിക്കൽ കൂടി ആ ആദ്യത്തെ വാക്യം ഒന്ന് പറയാമോ? സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എന്തൊരു വലിയ സന്തോഷത്തോടെ ആയിരിക്കും, എന്തൊരു വലിയ ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കും സങ്കീർത്തകൻ അത് പാടിയത്. സ്വർഗത്തിൽ വാഴുന്ന ദൈവമേ, ഈ ഭൂമിയിൽ എനിക്ക് സങ്കടങ്ങളുണ്ട്, നിന്ദനങ്ങളുണ്ട്, പരിഹാസങ്ങളുണ്ട്, ഞാനിങ്ങനെ തളർന്നു പോകുന്നുണ്ട്, മടുത്തു പോകുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ദൈവമുണ്ട്, അങ്ങ് എനിക്ക് സ്വന്തമായിട്ടുണ്ട്. അങ്ങ് സ്വർഗസ്ഥനായ ദൈവമാണ്, കരുണാനിധിയായ ദൈവമാണ്. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വരുന്ന ഞായറാഴ്ച
ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സങ്കീർത്തനം 123 ശരിക്കും പറഞ്ഞാൽ ഈ കരുണയ്ക്ക് വേണ്ടി ഒരു നിലവിളിയാണ്. ആ കരുണ, ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ പ്രഘോഷിക്കുന്ന ഒരു വലിയ ദിവസമാണ് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച. നമ്മൾ അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങാണ്. ഒരുപാട് പേര് കരുണക്കൊന്ത ചെല്ലുന്നു, നൊവേനകളെ ചെല്ലുന്നു, ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ട്. നമുക്കറിയാലോ, വിശുദ്ധ മരിയ ഫൗസ്റ്റീന പോളണ്ടിലെ ഒരു സാധാരണ സിസ്റ്ററായിരുന്നു. ആ സിസ്റ്ററിലൂടെ ഈശോ നൽകിയ സന്ദേശങ്ങൾ, കരുണയുടെ സന്ദേശങ്ങൾ എന്നൊക്കെ നമുക്കറിയാവുന്ന ആ ഒരു സന്ദേശങ്ങൾ 1978 ജൂൺ 30 സഭ അത് അംഗീകരിക്കുകയും പഠിപ്പിക്കുകയും സഭയുടെ വലിയൊരു ദൗത്യമായിട്ട് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, ഈശോയുടെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തു. ഒരുപാട് കാലങ്ങളായിട്ട് ഈ കരുണയെക്കുറിച്ച് നമുക്കറിയാം. പ്രത്യേകമായിട്ട് 1978 മുതൽ സഭ ഈ പഠനങ്ങളെ അംഗീകരിച്ച കാലം മുതൽ ഏറ്റവും ശക്തമായിട്ട്, ഏറ്റവും സ്നേഹത്തോടെ, തീക്ഷ്ണതയോടെ സഭയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു വലിയ ഭാഗമാക്കി തന്നെ ഈ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കുന്നുണ്ട്. അത് ഈശോ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയിലൂടെ നൽകിയ സന്ദേശങ്ങളെ അടിസ്ഥാനമിട്ടുകൊണ്ടാണ്. അതിനു മുമ്പും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമുക്കറിയാം. എങ്കിലും ഈശോ കരുണാമയനാണ്, ദൈവം കരുണാമയനാണെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് സിസ്റ്റർ ഫൗസ്റ്റീനയിലൂടെ ലോകം തിരിച്ചറിഞ്ഞത്. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം തിരിച്ചറിയുകയായിരുന്നു. ചേർന്ന് പറ ഹല്ലേലൂയ. നമ്മളോട് ഇപ്പോൾ ആളുകൾ ചോദിക്കുകയാണ്, ദൈവം ആരാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. അതിപ്പോൾ പഴയ നിയമത്തിൽ നോക്കിയാലും പുതിയ നിയമത്തിൽ നോക്കിയാലും നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയുന്നത് ആ ദൈവം ചെയ്ത ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ്. ആ ചെയ്ത കാര്യങ്ങൾ കാണുമ്പോഴാണ്. സർവശക്തനാണ് ദൈവം എന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ദൈവമാണ് എല്ലാത്തിൻ്റെ അധികാരി എന്ന് നമുക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ്. ഈ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് മനസ്സിലായപ്പോൾ ആ ദൈവം സ്രഷ്ടാവാണെന്ന് നമ്മൾ വിളിച്ചു. ഈ ദൈവമാണ് എല്ലാത്തിനെയും മുമ്പോട്ട് കൊണ്ടുപോകുന്ന ചാലക ശക്തി എന്ന് മനസ്സിലായപ്പോൾ ആ ദൈവത്തെ നമ്മൾ പരിപാലകൻ, നീതിപാലകൻ എന്നൊക്കെ വിളിച്ചു. പഴയ നിയമത്തിൽ നമ്മൾ ആഴത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ഈ പിതാവ്, ഈ ദൈവം നീതിപാലകനാണ്, സ്നേഹനിധിയാണ്, ഒപ്പം അസഹിഷ്ണുവായ ദൈവമാണ്, തെറ്റ് കണ്ട ശിക്ഷിക്കും, തിരിച്ചു വന്നാൽ കാരുണ്യം കാണിക്കുമെന്നൊക്കെ പഴയ നിയമത്തിലെ ഒരുപാട് വായനകൾ നമുക്ക് സൂചന തരുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവം വചനത്തിലൂടെ, വെളിപ്പെടുത്തലുകളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദൈവം കരുണാമയനാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശിക്ഷിക്കുന്ന ഒരു ദൈവമാണെങ്കിലും തിരിച്ചു വരുന്നവരെ പൂർവാധിക സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന കരുണാമയനായ ഒരു ദൈവം. ആ ഒരു വിശ്വാസത്തിലാണ് 123 സങ്കീർത്തനം ഏതൊരു യഹൂദനും, ഏതൊരു വിശ്വാസിയും പാടുക. എനിക്ക് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കരുണാനിധിയായ ദൈവമാണ്. ആ ദൈവത്തിന് കാരുണ്യം തോന്നുവോളം എൻ്റെ കണ്ണുകൾ ആ കർത്താവിനെ തന്നെ നോക്കിയിരിക്കുന്നു എന്ന് പാടുക. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൈവം പരിപാലകനാണ്, യോദ്ധാവാണ്, സൈന്യങ്ങളുടെ കർത്താവാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായെങ്കിലും ആ ദൈവം കാരുണ്യവാനാണെന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടത് ഈശോയുടെ മനുഷ്യാവതാരത്തിലാണ്. ഈ ദൈവത്തിനൊരു സ്വഭാവമുണ്ട്, കരുണ നിറഞ്ഞൊരു ദൈവമാണ്. ആ കരുണ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണ്. അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ സ്വന്തം ഈശോ ഈ ഭൂമിയിലേക്ക് നമ്മളിൽ ഒരുവനായി, പാപത്തിലൊഴികെ നമ്മളിൽ ഒരുവനായിട്ട് അവതരിച്ചപ്പോഴാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈശോയെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം എഴുതുമ്പോൾ പറയുമ്പോൾ, ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഫേസ് ഓഫ് ഗാഡ്സ് മേഴ്സി. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് യേശു ക്രിസ്തു എന്ന്. ദൈവത്തിന് കരുണയുണ്ട്. ആ കരുണ നമ്മൾ തിരിച്ചറിയുന്നത് ഈശോയെ നോക്കുമ്പോഴാണ്. ജീസസ് ഈസ് എ ഫേസ് ഓഫ് ഗാഡ്സ് മേഴ്സി. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് ഈശോ എന്ന്. ചേർന്ന് പറ ഹല്ലേലൂയ. എൻ്റെ ദൈവം കരുണാമയനാണ്. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ്. കാരുണ്യം കാണിക്കുന്നത്, കനിവ് കാണിക്കുന്നത്, ദയവ് കാണിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതെനിക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുക, നമുക്ക് ഏറ്റവും വലിയ രീതിയിൽ ബോധ്യപ്പെടുക ഈശോയെ നോക്കുമ്പോഴാണ്. കാരണം ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് കരുണയായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് തന്നെ 1981 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അന്ന് മാർപ്പാപ്പയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചാക്രിക ലേഖനമുണ്ട്, റിച്ച് ഇൻ മേഴ്സി, കരുണയുടെ നിറവ് എന്നുള്ള പേരിൽ. മലയാളം അല്ല അച്ഛൻ വായിച്ചത്, ഇംഗ്ലീഷിലാണ് വായിച്ചത്. റിച്ച് ഇൻ മേഴ്സി. അതിനകത്ത് പരിശുദ്ധ പിതാവ് വന്ന് ഈശോയെ വിളിക്കുന്ന ഇതാണ്, ഹീ ഈസ് ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ്സ് മേഴ്സി. ദൈവത്തിൻ്റെ കരുണയുടെ അവതാരമാണ് ഈശോ എന്ന്. ചിന്തിച്ചു നോക്കുക അതിനെക്കുറിച്ച്. ദൈവത്തിന് കരുണയുണ്ട്, ആ കരുണ അവതരിച്ചതാണ് ഈശോ എന്ന്. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് ഈശോയെ വിളിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വാക്ക് എന്ന് ഈശോയെ വിളിക്കുന്നുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ റിച്ച് ഇൻ മേഴ്സി എന്നുള്ള തൻ്റെ ചാക്രിക ലേഖനത്തിൽ എഴുതുകയാണ്, ഹീ ഈസ് ദ ഇൻകാർണേഷൻ ഓഫ് ഗാഡ്സ് മേഴ്സി. ദൈവത്തിൻ്റെ കരുണയുടെ അവതാരമാണ് ഈശോ എന്ന്.
സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ആ ചാക്രിക ലേഖനത്തിൽ ഉടനീളം പാപ്പ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തിന് കരുണയുണ്ട്. ആ കരുണ പ്രഘോഷിക്കുക എന്നുള്ളത് സഭയുടെ വലിയ ദൗത്യമാണ്, കടമയാണ്, അവകാശമാണ്. ദൈവം കരുണയാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു, സഭയ്ക്ക് അത് ബോധ്യപ്പെട്ടു. പല സംഭവങ്ങളിലൂടെ, വചനത്തിലൂടെ, ചരിത്രത്തിലൂടെ ഒക്കെ ഈശോ ഇങ്ങനെ സംസാരിച്ചു, ഇടപെട്ടു. കരുണയാണ് ദൈവം. അതിൻ്റെ ഏറ്റവും മൂർത്തിഭാവമായിട്ട് ഈശോ തന്നെ നമ്മുടെ ഇടയിൽ ഇറങ്ങി വസിച്ചു. ദുഃഖവെള്ളിയാഴ്ച ആ കരുണ ബലിയായി മാറി. ഈസ്റ്ററിന് ആ കരുണ ഉയർത്തെഴുന്നേറ്റു. ഇന്നും വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കൂടെ വസിക്കുന്ന ദിവ്യ കാരുണ്യം, ദൈവത്തിൻ്റെ കാരുണ്യം, കരുണ, ആ അവതാരം, ഈശോ എന്ന ദൈവത്തിൻ്റെ കരുണയുടെ അവതാരം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് ലോകം കേൾക്കേണ്ട വലിയ സുവിശേഷങ്ങളിലൊന്ന് പാപികളോട്, പാവങ്ങളായ മനുഷ്യരോട് ദൈവത്തിന് കരുണയുണ്ട് എന്നുള്ള സുവിശേഷമാണ്. അത് പ്രഘോഷിക്കുന്നത് സഭയുടെ കടമയാണ്, ദൗത്യമാണ്, അവകാശമാണെന്ന് ചേർന്ന് പറ ഹല്ലേലൂയ. സഭയിലെ അംഗങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു അവകാശമുണ്ട്, കടമയുണ്ട്. ദാറ്റ്സ് അവർ ഡ്യൂട്ടി ടു പ്രൊക്ലെയിം ഗോഡ്സ് മേഴ്സി. അത് നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ വലിയ ഭാഗമായി മാറണമെന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1864 പാരഗ്രാഫ്, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1846, 1846 പാരഗ്രാഫിൽ ഇങ്ങനെ നമ്മളവിടെ വായിക്കുന്നുണ്ട്: ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ് സുവിശേഷം. ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കാവോ? ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ് സുവിശേഷം. എന്ന് വെച്ചാൽ വലിയ ആഴം അതിനകത്ത് കിടക്കാണ് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ. എന്താണ് സുവിശേഷം? ദൈവത്തിന് പാപികളോട് കരുണയുണ്ട്. ഇതാണ് സുവിശേഷം. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോട്, കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോട് ദൈവത്തിന് കരുണയുണ്ട്. ദിസ് ഈസ് ദ ഗോസ്പൽ. ഇതാണ് സുവിശേഷം. ആ സുവിശേഷമാണ് ഈശോ എന്ന്. എത്ര ആഴമാണെന്ന് ചിന്തിച്ചു നോക്കിയേ. സഭയിലെ പ്രത്യേകിച്ച് നിങ്ങൾ കാറ്റഗിസം ഒക്കെ പഠിക്കുമ്പോൾ ആഴത്തിൽ വായിക്കണം. മനസ്സിലാവാത്തത് അത് പഠിച്ചവരോട് പോയി ചോദിക്കണം. കാരണം അതിനകത്ത് നിധികൾ ഒളിഞ്ഞു കിടക്കുകയാണ്. ഒറ്റ വായനയിലൊന്നും നമുക്കതിൻ്റെ പൂർണ്ണമായ അർത്ഥം പിടിയിട്ടില്ല. കാരണം അതിൽ ഓരോ വാക്കിനും അത്രയ്ക്ക് ആഴത്തിൽ അർത്ഥം കിടക്കുകയാണ്. ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം ഈശോയിൽ, യേശുക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ടതാണ് സുവിശേഷം. സുവിശേഷം ഈശോയാണ്. ആ ഈശോ ദൈവത്തിൻ്റെ കാരുണ്യമാണ്. കാരുണ്യമാണ് ദൈവത്തിൻ്റെ സുവിശേഷം. നമ്മളിന്ന് കേൾക്കേണ്ട വാർത്ത എൻ്റെ ദൈവത്തിന് എന്നോട് കരുണയുണ്ട് എന്നത് തന്നെയാണ്. വലതുയർത്തി വെച്ചതി പറ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറച്ച ബോധ്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് എന്നോട് കരുണയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. എത്രമാത്രം പാപികളാണ് നമ്മളെന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, നമ്മുടെ ഉള്ളിൽ എന്തോരം പാപമുണ്ട്, എന്തോരം കുറവുകളുണ്ട്, ദുശീലങ്ങളുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പല പരിശ്രമങ്ങളും ശ്രമിച്ചു, ഒരുപാട് അംഗം വെട്ടി. പക്ഷെ ഇതിനകത്തുനിന്നൊന്നും കയറിപ്പോരാൻ പറ്റുന്നില്ല. ഈ പാപത്തിൻ്റെ വഴികളിൽ നിന്ന്, ഈ മ്ലേച്ഛത നിറഞ്ഞ ചിന്തകളിൽ നിന്ന്, നമ്മുടെ തെറ്റായ ബോധ്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. കർത്താവിൻ്റെ കരുണ ഇറങ്ങാതെ ഇതിൽ നിന്നൊരു രക്ഷ സാധ്യമല്ല. ഇല്ലെങ്കിൽ നമ്മൾ ഈ പാപത്തിൻ്റെ പട്ടുകുഴിയിൽ ഇങ്ങനെ കെട്ടന്ന് നശിച്ച് അവസാനം നരകത്തിന് അവകാശികളായി തീരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈശോട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്? ഒരിക്കലും അല്ല. ഈശോയുടെ ആഗ്രഹം നമ്മളെല്ലാം അവിടുത്തെ തിരുരക്തത്താൽ, അവിടുത്തെ ദിവ്യ കാരുണ്യത്താൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ അവിടുത്തോട് കൂടെ ആയിരിക്കണം തന്നെയാണ്. അതിനുവേണ്ടി സ്വർഗം നമുക്ക് തന്ന സമ്മാനമാണ് ദിവ്യകാരുണ്യം. അതിനുവേണ്ടി സ്വർഗം നമുക്ക് തന്ന സമ്മാനമാണ് ഈശോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയുടെ അവതാരം. ചേർന്ന് പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലും, നമ്മുടെ ആയുസ്സിൻ്റെ ഓരോ ദിവസങ്ങളിലും നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം വിശുദ്ധിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങളിൽ ഏറ്റവും മുകളിൽ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് കർത്താവെ കരുണ തോന്നണേ, ഹാവ് മെഴ്സി ഓൺ മീ ഓ ലോർഡ് എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ നിത്യേനയുള്ള പ്രാർത്ഥനയുടെ ഭാഗമാകണം. കർത്താവെ എനിക്ക് പരീക്ഷ ജയിക്കണം, നല്ല പ്രാർത്ഥനയാണ്. എനിക്ക് കടങ്ങൾ മാറണം, എനിക്ക് രോഗങ്ങൾ മാറണം, എനിക്ക് ജോലി ലഭിക്കണം, വിവാഹം നടക്കണം, ശുശ്രൂഷ മേഖലകളിൽ ഉയർച്ച ഉണ്ടാവണം, ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ എനിക്ക് സാധിക്കണം, എല്ലാം നല്ലതാണ്. നമ്മൾ ദാരിദ്ര്യത്തിൽ കഴിയാമെന്ന് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഈശോയോട് തന്നെ പറയുകയും ചെയ്യണം. പക്ഷെ അതിൻ്റെയൊക്കെ മുകളിൽ നമുക്കറിയാമല്ലോ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അതിൻ്റെ ആഴത്തിൽ നമുക്കറിയാം, ഈ ചോദിക്കുന്നത് ഞാനൊരു പാപിയാണ്. ഈ കടം മാറാൻ വേണ്ടി ചോദിക്കുന്നത് ഞാനൊരു പാപിയാണ്.
എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി നിലവിളിക്കുന്ന ഞാനൊരു പാപിയാണ്. ഈ ജോലി കിട്ടാൻ വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന, മുട്ടുകുത്തി നിന്ന് എൻ്റെ കർത്താവ് എങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ഒരു പാപിയാണ്. ആ തിരിച്ചറിവ് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അതുകൊണ്ട് ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ? കർത്താവെ, കരുണ തോന്നണേ, എന്നോട് ദയവ് തോന്നണേ, എന്നോട് കനിയണമേ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. സങ്കീർത്തനൊക്കെ ഒന്ന് വായിച്ചു വയ്ക്കുക. 123 സങ്കീർത്തനെ എത്ര ആഴത്തിൽ നിന്നായിരിക്കും അതൊക്കെ എഴുതി വെച്ചത്. കർത്താവെ, കരുണ തോന്നണേ. ഒപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഒരുപക്ഷെ കുമ്പസാരമൊക്കെ കഴിയുമ്പോഴത്തേനൊക്കെ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. ദാവീദ് ഹൃദയം പൊട്ടി ചോര കൊണ്ട് എഴുതി വെച്ച സങ്കീർത്തനല്ലേ അത്. കർത്താവെ, കരുണ തോന്നണേ, പാപിയാണ്, അങ്ങയുടെ കാരുണ്യം ചൊരിയണേ, അങ്ങയുടെ കാരുണ്യം വർദ്ധിപ്പിക്കണമേ എന്നൊക്കെ പല ആവർത്തി ദാവീദ് ഇങ്ങനെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കരുണ ആവശ്യമുള്ളതെന്നറിയോ? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ അതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നമ്മൾ ആവർത്തിക്കുന്നത് എന്തെന്നറിയോ? ഒരു കരുണയുടെ മാർപ്പാപ്പ എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാൻ തക്ക ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയുക മാത്രമല്ല, ജീവിച്ച് കാണിക്കുകയും ചെയ്ത വലിയൊരു വിശുദ്ധനാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അപ്പം എന്തിനാണ് കരുണയ്ക്ക് ഇത്രയും പ്രസക്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ഈ ലോകം ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ ലോകമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ കേൾക്കുമ്പോൾ തോന്നരുത് എനിക്ക് വലിയ അനുഗ്രഹമൊന്നുമില്ലല്ലോ, അനുഗ്രഹം കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ഇരിക്കുന്നതോ. അങ്ങനെയല്ല, ഒരുപാട് വളർന്ന, ഒരുപാട് അനുഗ്രഹം നിറഞ്ഞ, ഒരുപാട് നമ്മുടെ ജീവിതത്തെ സ്മൂത്താക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഒരു യാത്ര പോകണമെങ്കിലോ, ഒരാളെ വിളിക്കണമെങ്കിലോ, ഒരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിലോ ഒക്കെ പണ്ടത്തെ ആൾക്കാരെ പോലെ കഷ്ടപ്പാടില്ല. നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ശാസ്ത്രത്തിലൂടെ, മെഡിസിനിലൂടെ, യാത്രാ സൗകര്യങ്ങളിലൂടെ എല്ലാം ലോകം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം അനുഗ്രഹിച്ച മനുഷ്യരിലൂടെ. അപ്പോൾ ഒരുപാട് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞൊരു ലോകത്തിന് ഒരു ചെറിയ അപകടം കൂടിയുണ്ട്, ഒരു ചെറിയ ചൂണ്ടക്കൊളുത്തും കൂടിയുണ്ട്. പാപ്പ അത് പറയുന്നത് എന്താണെന്നറിയോ? സൗകര്യങ്ങൾ വർദ്ധിച്ചു, അനുഗ്രഹങ്ങൾ വർദ്ധിച്ചതോടൊപ്പം പാപവും തലപൊക്കി നിൽക്കുകയാണ്. പാപവും വർദ്ധിച്ചു. നമ്മളറിയാതെ നമ്മുടെ സുഖസൗകര്യങ്ങളോട് കൂടെ, നമ്മുടെ ഈസി ലൈഫിനോട് കൂടെ പാപങ്ങൾ വർദ്ധിച്ചു. കഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത് പാപമാണെന്ന് നമുക്ക് അറിയാനും പറ്റുന്നില്ല. പാപബോധം നഷ്ടപ്പെട്ടു പോയി. ചെയ്തുകൊണ്ടിരിക്കുന്ന പാപമാണ്, ആ പാപത്തിൻ്റെ കാഠിന്യം നമുക്കറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ നല്ലതെന്ന് കരുതി ചെയ്യുന്നത്, നിയമാനുസൃതം എന്ന് നമ്മൾ കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും പാപമായി മാറുകയാണെന്ന്. ചേർന്ന് പറ ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം എടുക്കാമോ? ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 5. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ ആഴത്തിൽ അറിയേണ്ട അർത്ഥങ്ങളുള്ള ഒരു വചനമാണത്. റോമൻസ് 5:20. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു എന്ന് വെച്ചാൽ ഓൾറെഡി പാപമുണ്ട്, തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ആ പാപത്തിൻ്റെ അളവ് കൂട്ടാൻ, അതിൻ്റെ ആധിക്യം കൂട്ടാൻ, അതിൻ്റെ ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നിയമം രംഗപ്രവേശം ചെയ്തു. പല വ്യാഖ്യാനങ്ങൾ നമുക്കതിന് കൊടുക്കാം. ഒരു കുഞ്ഞു ചിന്ത ഇത്രയേ ഉള്ളൂ. നമ്മൾ പാപമെന്ന് കരുതി പലപ്പോഴും മാറ്റിവെച്ച ചില കാര്യങ്ങളുണ്ട്. ഇത് തെറ്റാണ് എന്ന് നമുക്ക് ജനറലായിട്ട് നമുക്കറിയാം. പക്ഷെ അത് നിയമത്തിൽ പ്രാബല്യത്തിൽ വരികയാണ്. നിയമം നിങ്ങളെ അത് ചെയ്യാൻ അനുവദിക്കുകയാണ്. അടുത്തിടയിൽ ഇറങ്ങിയ വാർത്തകളും ചില നിയമങ്ങളിൽ വന്ന ഇളവുകളും ഒക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഒരു ജീവൻ എടുക്കുക എന്നുള്ളത് പാപമാണെന്ന് കോമൺ സെൻസുള്ള എല്ലാവർക്കും അറിയാം. ഒരല്പം മനുഷ്യത്വം ഉള്ളിലൂടെ ഒഴുകുന്നത് ചോരയാണെങ്കിൽ അറിയാവുന്ന എല്ലാവർക്കും അറിയാം മനുഷ്യജീവനെ എടുക്കുന്നത് പാതകമാണ്. പക്ഷെ ആ മനുഷ്യജീവനെ, അതും ഏറ്റവും നിഷ്കളങ്കമായി അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ട ഒരു കുഞ്ഞിനെ എടുത്തു കളയുക എന്നുള്ളത് അത് നിങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ നാട് വളർന്നു. അത് കേൾക്കുമ്പം യെസ്, നമ്മൾ പുരോഗമിക്കുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ മാറിയിട്ടുമുണ്ട്. പാപം ഓൾറെഡി ഉണ്ട്, അത് വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. പൗലോസ്ലിയൊക്കെ ഇത് എഴുതുമ്പം 2021 കുറിച്ച് ചിന്തിച്ചോന്ന് അറിഞ്ഞൂടാ, വിടോണ്ടോ. പക്ഷെ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ടാവും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പാപം ഓൾറെഡി ഉണ്ട്, അത് വളരാൻ, അത് വർദ്ധിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ഒരു വചനം തന്നെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. പാപം വർദ്ധിച്ചു, അതിലേറെ കൃപയും വർദ്ധിച്ചു. ഇതിനെക്കുറിച്ച് മാർപ്പാപ്പ പറയുന്ന ഒരു വ്യാഖ്യാനം എന്താണെന്നറിയോ? ഈ കൃപ ദൈവത്തിൻ്റെ കരുണയാണ്.
ഈ കൃപ ദൈവത്തിൻ്റെ കരുണയല്ലാതെ മറ്റൊന്നുമല്ല. കാരണം എന്തെന്നറിയോ, ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ നാട്, എൻ്റെ സമൂഹം, ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപമാണ്. അത് എനിക്കും അറിയത്തില്ല, ഇതിനെ നയിക്കുന്നവർക്കും അറിയത്തില്ല. നിസ്സഹായ അവസ്ഥയിലാണ്. ആ പാപത്തിന്റെ കാഠിന്യം നമുക്ക് മനസ്സിലാകുന്നില്ല. ഓരോ ദിവസവും ഇത് ആവർത്തിക്കുന്നു, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഈ പാപത്തിന്റെ കാഠിന്യം നമുക്ക് മനസ്സിലാകുന്നില്ല. അവസാനം നിങ്ങളിത് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഡു ഇറ്റ്, എല്ലാവരും ചെയ്യുന്നതാണ്, ഇതിന് നിയമത്താൽ സാധുതയും തരുന്നു എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പിന്നെ ഇതൊരു നോർമൽ ലൈഫല്ലേ, ഇത് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ എന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ അവിടെ അജ്ഞരായിട്ട് മാറുകയാണ്. ആ അജ്ഞത മാറണമെങ്കിൽ, ആ ഇരുട്ട് മാറണമെങ്കിൽ കൃപ വർദ്ധിക്കണം. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിക്കണം. ആ കൃപ ദൈവത്തിൻ്റെ കരുണയാണ്. ആ കരുണയില്ലെങ്കിൽ നമ്മൾ ഈ പാപത്തിൽ നശിച്ച് ഇല്ലാതാവും. ചേർന്ന് പറ ഹല്ലേലൂയ, ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പാപ്പ പറയാണ്, നമ്മൾ ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയേണ്ട ഒരു വലിയ കാര്യം, കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം. മറ്റെന്തിനും അപ്പുറം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പാപം അത്രയേറെ വർദ്ധിച്ചിരിക്കുക. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൊച്ചു കൂട്ടായ്മയിലും നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിൽ വരെ പാപം വർദ്ധിച്ചു. അതിനെ നമ്മൾ മോഡേൺ ലൈഫ് എന്ന് ചിലപ്പോൾ വിളിക്കും. നമ്മൾ അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ട് പല കാര്യങ്ങളെയും. ഇതൊക്കെ എവറിഡേ ലൈഫിൻ്റെ ഭാഗമാണ്, ഇതെല്ലാവരും ചെയ്യുന്നതാണ്, ഇറ്റ്സ് ഓക്കെ, ഇതൊരു പാപമല്ല. ഇനി അത് പാപമാണെങ്കിൽ തന്നെ അതൊക്കെ വലിയ പാപമാണോ സാറേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാലത്ത്, പാപത്തെ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. കരുണ കൂടാതെ ഇതിൽ നിന്ന് രക്ഷ, ഈ ഒരു പാതാളക്കുഴിയിൽ നിന്ന്, ഈ ഒരു മരണപാശത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. പ്രാർത്ഥിക്കണം, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകത്തിന് മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ ഈ പാപം ചെയ്യുന്നില്ലെങ്കിൽ ഈ പാപത്തിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തിലുണ്ട്. ഈ ഇരുട്ടിൽ കിടക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥന ഗ്രൂപ്പുകൾ അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ നിങ്ങൾ അതിലൊക്കെ അംഗങ്ങളായിരിക്കും. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും ഡിവിനി മിസറിക്കോർഡിയയുടെ ലോകം മുഴുവന് വേണ്ടി മണിക്കൂറുകൾ ഇടവിടാതെ ഇടമുറിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുണയ്ക്ക് വേണ്ടി, കരുണയുടെ ജപമാലയും നൊവേനയൊക്കെ ചൊല്ലി ദൈവകാരുണ്യം ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഒരുപക്ഷെ ആ ഒരു പ്രാർത്ഥന ഉയരുന്നത് കൊണ്ട് മാത്രമായിരിക്കും ഈ ലോകം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. കാരണം ചില പാപങ്ങൾ വർദ്ധിക്കുമ്പോൾ, ചില തിന്മ വർദ്ധിക്കുമ്പോൾ സാത്താൻ അതിൻ്റെ എല്ലാ കരാളഹസ്തങ്ങളും എടുത്ത് ലോകത്തെ പിടിച്ചു മുറുക്കുമ്പോൾ, മനുഷ്യർ പാപത്തിലേക്ക് പട്ടുകുഴിയിലേക്ക് വീണു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് കർത്താവ് എവിടെയാണ്, കർത്താവ് എന്തുകൊണ്ടാണ് ശിക്ഷിക്കാത്തത്? അതിൻ്റെ കാരണം എന്താണെന്നറിയോ? പ്രാർത്ഥന ഉയരുകയാണ്. ഓരോ അൾത്താരയിലും, ഓരോ ആരാധനയുടെ മുമ്പിലും, ഓരോ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിലും, ഓരോ യാത്രയിലും ചില മനുഷ്യർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തിന് കരുണ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മളും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കരുണയുടെ തിരുനാളിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ലോകത്തിന് വേണ്ടി കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ രോഗങ്ങൾ മാറണം, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം, അവരുടെ ജീവിതത്തിൽ വഴികൾ തുറക്കണം. ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതിനൊക്കെ മുകളിൽ കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവരോട് കരുണ തോന്നണേ, എന്നോട് കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിൽ കുഞ്ഞായിരുന്നപ്പോൾ ഒരുപക്ഷെ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ പ്രാർത്ഥന ചെല്ലുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. ആ പ്രാർത്ഥനയ്ക്ക് അറിയാലോ, കർത്താവെ കരുണയായിരിക്കണമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളോട് കരുണയായിരിക്കണേ, ഞങ്ങളെ ശിക്ഷിക്കരുതേ, ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും വഴി വന്നുപോയ എല്ലാ തെറ്റുകളും ക്ഷമിക്കണമേ, പാപകടങ്ങൾ ഇളച്ചു തരണമേ, ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയുടെ അരൂപിയാൽ നിറയ്ക്കണമേ എന്ന്. എന്തോ ഒരു ആഴമുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ ഒരു പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലണം, ഒത്തിരി ആവർത്തിച്ച് ചെല്ലണം ലോകത്തിന് വേണ്ടി. കാരണം നിങ്ങൾക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി, ഞാൻ ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷ കിട്ടരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരോ എവിടെ നിന്നോ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ചേർന്ന് പറ ഹല്ലേലൂയ. അപ്പം നമുക്കും ഒരു ഡ്യൂട്ടി ഉണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ അവരുടെ മേൽ നിറയും. ലോകം മുഴുവൻ കർത്താവിൻ്റെ കരുണ നിറയും. ഒരപ്പൻ പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ മകനോട് കരുണ തോന്നണേ, എൻ്റെ മകന് ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അപ്പൻ പ്രാർത്ഥിക്കണം, എൻ്റെ മോനോട് ഈശോയെ കരുണ തോന്നണേ. മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി അമ്മച്ചി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ മോളോട് കരുണ തോന്നണേ. ചിലപ്പോൾ എൻ്റെ മകൻ, എൻ്റെ മകള്, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരൻ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മാതാപിതാക്കൾ പാപത്തിലായിരിക്കാം. ഇന്ന് അവരത് പാപത്തിലാണ്, കുറവുകളിലാണ്, ഇരുട്ടിലാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ടാവില്ല. കർത്താവെ
കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ പ്രാർത്ഥന നിങ്ങൾക്ക് പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കർത്താവെ കരുണയായിരിക്കണേ, അങ്ങയുടെ മകനായ എന്നോട്, അങ്ങേ മക്കളായ ഞങ്ങളോട് കരുണ തോന്നണമേ, എന്നെ ശിക്ഷിക്കരുതേ, ഞാനും എൻ്റെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഒക്കെ വന്നുപോയ എല്ലാ തെറ്റുകളും ക്ഷമിക്കണേ, പാപകടങ്ങൾ ഇളച്ചു തരണമേ, എന്നെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയുടെ അരൂപിയാൽ നിറയ്ക്കണേ. ചേർന്ന് പറ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ്, ആ ദൈവം കരുണാമയനാണെന്നുള്ളൊരു തിരിച്ചറിവിലാണ് സങ്കീർത്തനം 123-ലും 51-ലും പ്രത്യേകിച്ച് ദാവീദും ഒക്കെ ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഈ ദൈവം കരുണാമയനാണ്. ആ ദൈവം കരുണാമയനാണ്. അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷതയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഈ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം, ദൈവത്തിന് പല സ്വഭാവ സവിശേഷതകളുണ്ടെങ്കിലും കാരുണ്യം അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്രയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവരിത് പ്രാർത്ഥിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയുടെ അവതാരമായ ഈശോയെ നോക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഈശോയോട് കരുണ തോന്നണേ, കനിവ് തോന്നണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് വെറുതെ നസ്രായന ഈശോ എന്ന് വിളിക്കുന്നുണ്ട്, ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറമായിട്ട് അവർ വിളിക്കുന്ന ഒരു വലിയ അഭിസംബോധനയുണ്ട്. കർത്താവേ, ലോർഡ്, കിരിയോസ്, ദൈവമേ കരുണ തോന്നണേ എന്ന് വെച്ചാൽ ദൈവത്തെ, പിതാവിനെ അവർ കണ്ടിട്ടില്ല. പക്ഷേ ഈശോ ഈ ഭൂമിയിൽ ജീവിച്ച 33 വർഷം, പ്രത്യേകിച്ച് പരസ്യജീവിതത്തിന്റെ 3 കൊല്ലം ഈശോയെ കണ്ടവർ, ഈശോയെ കേട്ടവർ, ഈശോയുടെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവർക്ക് മനസ്സിലായി ഇതൊരു സാധാരണക്കാരനല്ല, ഒരു തച്ചന്റെ മകൻ മാത്രമല്ല, ഒരു യഹൂദ ചെറുപ്പക്കാരൻ മാത്രമല്ല, ഹി ഈസ് ദ ലോർഡ്, കർത്താവാണ്. അതുകൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നവര്, അത് ശാരീരിക സൗഖ്യമായിരിക്കാം, മാനസികമായ സൗഖ്യമായിരിക്കാം, ജീവിതത്തിൽ എന്ത് ആവശ്യങ്ങൾ വന്നപ്പോഴും ആ ഒരു ആവശ്യത്തിന് വേണ്ടി അവർ ഈശോയുടെ മുമ്പിൽ ചെന്നപ്പോൾ, ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ അവർ വിളിച്ചു, കർത്താവേ ഞങ്ങളോട് കനിയണമേ, കരുണ തോന്നണേ, ഹൗ മേഴ്സി ഓൺ us O Lord. കാരണം അവർ ദൈവത്തെ കണ്ടു, ദൈവത്തിന്റെ കരുണയെ കണ്ടു ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കിയപ്പോൾ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിൾ തുറക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം എടുക്കാവോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം. നമുക്ക് ബൈബിൾ തുറന്നിട്ട് ഈശോയെ അവർ കർത്താവെ എന്ന് വിളിച്ച് കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന കുറച്ച് സന്ദർഭങ്ങൾ നമ്മളതിൽ കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 9-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ, ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. എന്താണ് അവർ വിളിച്ചു പറഞ്ഞേ? കർത്താവെ ഞങ്ങളിൽ കനിയണമേ. 2 അന്ധന്മാർ, അവരെ കനിവിന് വേണ്ടി പ്രാർത്ഥിച്ചെന്താണ്? അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ആവശ്യം അവരുടെ കണ്ണുകൾ തുറന്നു കിട്ടാനാണ്, കണ്ണിന് സൗഖ്യം ലഭിക്കുക തന്നെയാണ്. പക്ഷെ അവർ പ്രാർത്ഥിച്ചത് ദാവീദിന്റെ പുത്ര ഞങ്ങളുടെ കണ്ണ് തുറന്നു തരണേന്നല്ല, അത് സെക്കൻഡറിയാണ്. കർത്താവെ ഞങ്ങളിൽ കനിയണം, അങ്ങേക്ക് ഞങ്ങളോട് കാരുണ്യം തോന്നിയാൽ, അങ്ങേക്ക് ഞങ്ങളോട് കനിവ് തോന്നിയാൽ മതി, സൗഖ്യം പുറകെ വരും. അത് സൗഖ്യം പുറകെ വന്നു. ആ 2 അന്ധന്മാര്, കണ്ണ് കാണാത്തവര്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചതാണ്, കർത്താവെ ഞങ്ങളോട് കനിയണമേ, കരുണ തോന്നണേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത 15-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 15-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. 15-22. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ സ്ത്രീ വന്ന് പ്രാർത്ഥിക്കുന്നത് അവൾക്ക് വേണ്ടിയല്ല, അവളുടെ മകൾക്ക് വേണ്ടിയാണ്. ഒരു അമ്മ രോഗം ബാധിച്ച് കിടക്കുന്ന, പീഡകളിലായിരിക്കുന്ന തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? കർത്താവേ കരുണ തോന്നണം, കനിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയും ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മുടെ മനസ്സിൽ ഇതുണ്ടാവണം. നിങ്ങൾ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് നിയോഗങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ഒരുമിച്ച് അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ശുശ്രൂഷകരൊക്കെ ഈ കമൻ്റൊക്കെ അവരും കാണും, അവരതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന എന്താണെന്നറിയോ? കർത്താവേ കരുണ തോന്നണേന്നായിരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം കരുണ തോന്നിയാൽ എവറിത്തിങ് വിൽ ബി ഓക്കെ. കർത്താവിന് നമ്മളോട് കരുണ തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് 17-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 17-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ എൻ്റെ പുത്രനിൽ കനിയണമേ, അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പ്രാവശ്യം ജനക്കൂട്ടത്തിൽ ഒരപ്പൻ തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആവശ്യം ഇതാണ്,
മകന് അപസ്മാരം പിടിപെട്ട് അവൻ ഒരുപാട് അപകടങ്ങളിൽ പോയി ചാടുകയാണ്. ആ മകന്റെ സൗഖ്യത്തിന് വേണ്ടി അപ്പൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൻ പ്രാർത്ഥിക്കുന്ന എങ്ങനെ? കർത്താവേ, എന്നിൽ കനിയണം, അങ്ങേക്ക് എന്നോട് കരുണ തോന്നിയാൽ എൻ്റെ മകന് സൗഖ്യം ലഭിക്കും. അപ്പൊ ആദ്യം ചോദിക്കേണ്ടത് എന്താണ്? കരുണയ്ക്ക് വേണ്ടി. അടുത്തൊരു ഉദാഹരണം കാണുക, 20-ാമത്തെ അധ്യായം. ഈശോയുടെ അത്ഭുതങ്ങളിലെല്ലാം വായിച്ചതിലെല്ലാം ഇതുണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കുക മറ്റ് അത്ഭുതങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. 20-ാമത്തെ അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ. വീണ്ടും 2 അന്ധന്മാരുടെ ഒരു സംഭവം തന്നെയാണ്. ഈശോ ആ വഴി കടന്നു പോകുന്നെന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന 2 അന്ധന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. എല്ലായിടത്തും ഹാവ് മെർസി ഓൺ us, O Lord, ഞങ്ങളോട് കരുണ തോന്നണേ എന്ന് തന്നെ അവർ പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്ത മർക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് സെയിന്റ് മാർക്ക്, ചാപ്റ്റർ 10, 10-ാമത്തെ അധ്യായം, അതിന്റെ 47-48 വാക്യങ്ങൾ. 47 and 48 വേഴ്സസ്. 10-ാമത്തെ അധ്യായം 47-48 വാക്യങ്ങൾ. നമ്മുടെ ഫേമസ് ആയ, നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരാൾ, ബർത്തിമിയൂസ്. നസറായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. Have mercy on me, O Lord. ഈ അത്ഭുതങ്ങളിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ഇവരൊന്നും വെറുതെ മുട്ടുകുത്തിന്ന് കൈകൂപ്പി പിടിച്ച് മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കല്ലേ, ഈശോയെ കരുണ തോന്നണം കേട്ടോ, ഇന്നല്ലെങ്കിൽ നാളെ തോന്നണേന്നൊന്നുമല്ല, ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. അത് കേട്ടിട്ട് ആൾക്കാർ പറയുന്നുണ്ട്, ശിഷ്യന്മാർ പറയുന്നുണ്ട്, മറ്റുള്ള ജനക്കൂട്ടം പറയണം മിണ്ടായിരിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവർ അതിലും ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ഉച്ചത്തിൽ അവർ നിലവിളിച്ച്, കർത്താവെ കരുണ തോന്നണേ. എന്തിനാണ് ഈ ഉച്ചത്തിൽ നിലവിളിക്കുന്നതെന്ന് അറിയോ? കാരണം ചില കാര്യങ്ങൾ നല്ല ബലത്തിൽ പറഞ്ഞാലേ അതിൻ്റെ ആഴം നമുക്ക് പിടികിട്ടുള്ളൂ, അതിൻ്റെ പ്രാധാന്യം നമുക്ക് പിടികിട്ടുള്ളൂ. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഒച്ചത്തിൽ വഴക്ക് പറയുന്നത്, നമ്മുടെ ടീച്ചേഴ്സ് നല്ല ശബ്ദത്തിൽ നമ്മളെ വഴക്ക് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണം എന്നുള്ളതുകൊണ്ടായിരിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഈശോയുടെ അടുത്തേക്ക് ഈ ആവശ്യം, ഇതിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? എന്നോട് കരുണ തോന്നണം, കനിയണം. അവർ ചെറുതായിട്ടൊന്നും അല്ല പറഞ്ഞേ, ഞരക്കവും മൂളുക്കലും പിറുപിറുക്കലും നെടുവീർപ്പുകളും ഒന്നും അല്ല, അവർ ഒച്ചത്തിൽ നിലവിളിച്ച്, കർത്താവേ കനിയണമേ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു ഉദാഹരണം നോക്കാം, ലൂക്കാ സുവിശേഷം, ഗോസ്പൽ ഓഫ് സെയിന്റ് ലൂക്ക്, 18-ാമത്തെ അധ്യായം, ചാപ്റ്റർ 18. ഗോസ്പൽ ഓഫ് സെയിന്റ് ലൂക്ക്, ചാപ്റ്റർ 18, 38 and 39, 38-39 വാക്യങ്ങൾ. അന്ധന് ജെറീക്കോയിലെ കുരുടനായൊരു മനുഷ്യന് ഈശോ സൗഖ്യം കൊടുക്കാം. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അവരവനോട് നിശബ്ദനാകാൻ പറഞ്ഞു, പക്ഷെ അവൻ പിന്നെ പിന്നെ നിലവിളിച്ചുകൊണ്ടിരുന്നു. എന്താണ് ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കാണുക? കരുണയ്ക്ക് വേണ്ടി ഒരാവശ്യം ഈശോയെ കണ്ടവർക്ക് ബോധ്യപ്പെട്ടു. കാരണം അവർ ഈശോയിൽ കണ്ടത് ഒരു വൈദ്യനെയോ ഒരു സൗഖ്യദായകനെയോ ഒരു സുവിശേഷ പ്രഘോഷകനെയോ അല്ല, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുകളിൽ അവർ കണ്ടത് ഈശോ കരുണയാണ്, ഈശോ കാരുണ്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഹൗ മേഴ്സി ഓൺ മീ, ഓ ലോർഡ്. അവർ പ്രാർത്ഥിച്ചു. നമ്മളിന്ന് ഈശോയോട് പല കാര്യങ്ങളും പറയാറുണ്ട്. എന്താ സംഭവം എന്നറിയോ? നമ്മൾ ഈശോയോട് പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് ഒരുപക്ഷെ ഈശോയെ നമ്മൾ കണ്ടത് ഇങ്ങനെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ട്, ഈശോയെ നമ്മൾ കണ്ടത് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരാളായിട്ട്, നമ്മുടെ തലവേദന മാറ്റി തരുന്ന ഒരു ഡോക്ടറായിട്ട്, നമ്മുടെ കടങ്ങൾ മാറ്റി തരുന്ന ഒരു അത്ഭുത പ്രവർത്തകനായിട്ട്, ഇങ്ങനെയൊക്കെ മാത്രമായിട്ട് ഒരുപക്ഷെ നമ്മൾ കണ്ടുപോയ, നമ്മുടെ ആത്മീയതയിൽ വന്നുപോയ ഒരു അപജയത്തിൻ്റെ ഭാഗമായിരിക്കാതെ ഈശോയെ നമ്മൾ കാണേണ്ടത് സ്നേഹമായിട്ട്, കരുണയായിട്ട്. ആ സ്നേഹവും കരുണയും കുരിശിൽ ബലിയായത്, ആ സ്നേഹവും കരുണയും എന്നും ജീവിക്കുന്ന വിശുദ്ധ കുർബാനയായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, നമ്മുടെ കുഴപ്പം തന്നെ ആയിരിക്കും, നമ്മുടെ കുഴപ്പമായിരിക്കും നമ്മൾ ഈശോയോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ, കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് തിരിച്ചറിയും, ഈശോയിൽ ദൈവത്തിൻ്റെ കരുണ നമ്മൾ കാണണം. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ഫേസ് ഓഫ് ഗാഡ്സ് മേഴ്സി. ഈശോ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ്. ഈശോ ദൈവത്തിൻ്റെ കരുണയുടെ അവതാരമാണ്. പാപികൾക്ക് രക്ഷയുണ്ടെന്നും പാപികൾക്ക് ദൈവത്തിൻ്റെ കാരുണ്യമുണ്ടെന്നും അതിന് അവകാശമുണ്ടെന്നും ഉള്ളതാണ് ഈശോയിൽ വെളിപ്പെട്ട സുവിശേഷം. അത് നമ്മൾ തിരിച്ചറിയണം, അത് വിശ്വസിക്കണം, പ്രഘോഷിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എഫേസ്യൻകാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. പൗലോസ് ശ്ലീഹ എഫേസ്യൻകാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 4. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചേ, നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നു, എന്നാൽ
കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. അതിനകത്ത് ഈശോയുടെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, അത് ഈശോയിലൂടെയാണ് വെളിപ്പെട്ടത്. പാപമാകുന്ന മരണത്തിൻ്റെ കുഴിയിൽ നിന്ന് ഈശോ നമ്മളെ രക്ഷിച്ചു തൻ്റെ കാരുണ്യത്താൽ, തൻ്റെ സ്നേഹത്താൽ എന്ന് പൗലോസ്ലീഹ ഭയങ്കര ഒരു ആഴത്തിലുള്ളൊരു ദൈവശാസ്ത്രം പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചറിയണം ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്നേഹം, ഏറ്റവും വലിയ അത്ഭുതം, ഈശോ നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്: നമ്മളോട് കർത്താവിന് കരുണയുണ്ട്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ക്രാക്കോവിൽ വെച്ച്, പോളണ്ടിലെ ക്രാക്കോവിൽ വെച്ച് 1997 അവിടുത്തെ ദൈവകരുണയുടെ ചാപ്പൽ, ദൈവകരുണയുടെ ഷ്രൈന് സന്ദർശിച്ച സമയത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. നമുക്കറിയാവുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. നിങ്ങൾ ദൈവകരുണയുടെ ഈശോയുടെ പടം നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടുണ്ടാവും. ആ ചിത്രത്തിൻ്റെ അടിയിലൊരു പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഒരാള് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഒരൊറ്റ തവണ ഈ ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ അയാൾക്ക് എല്ലാ ആകുലതകളിലും ഭയങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു. A single time when you say this prayer, you are freed from all your fears and anxieties. ഒരൊറ്റ തവണ ഒരാൾ ആത്മാർത്ഥമായിട്ട് ഈ പ്രാർത്ഥന, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്ന് ഹൃദയത്തിൽ നിന്ന് ഒരൊറ്റ തവണ പറഞ്ഞാൽ തന്നെ അയാൾക്ക് ആ സമയം തന്നെ ആശ്വാസം ലഭിക്കുകയാണ്. എല്ലാ ആകുലതകളിൽ നിന്ന്, ഉത്കണ്ഠകളിൽ നിന്ന്, ഭയത്തിൽ നിന്ന്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് സ്വീകരിക്കണം കേട്ടോ. ഇതൊരു ആമേൻ പറഞ്ഞ് ഇത് സ്വീകരിക്കണം. എൻ്റെ ഒരു ഭയം, ഞാനിപ്പോൾ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥന, ഒരു കുഞ്ഞു പ്രാർത്ഥന, പക്ഷേ അത്ര അത്ഭുതം നിറഞ്ഞ പ്രാർത്ഥനയാണെന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമത്തിൽ എത്ര വലുതാവട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയം ഉണ്ടാകാം. ചിലപ്പോൾ ആ ഒരു ഇങ്ങനെ ഒരു ഭയത്തിലോ ഒരു അസ്വസ്ഥതയിലോ ആകുലതയിലോ അകപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടി ആയിരിക്കാം അന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇത് പറഞ്ഞത്. വിശ്വസിക്കുക, അമ്മയും പറഞ്ഞത് ഏറ്റെടുത്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ഈ അസ്വസ്ഥതയുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ആശ്വാസമില്ലാത്ത അവസ്ഥയുണ്ട്. ചിലപ്പോൾ ഇന്നും ഈ വീട്ടിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടാവും. ജോലി സ്ഥലത്ത്, പഠിക്കുന്നിടത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. നാളെ വരാൻ പോകുന്ന പരീക്ഷയോർത്ത് ഭയം ഉണ്ടായിരിക്കാം. ഇൻ്റർവ്യൂ, ജോലി, തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എഴുതി കിട്ടാനുള്ള പേപ്പറുകൾ, വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ഭയങ്ങളുണ്ടാവാം, അസ്വസ്ഥത ഉണ്ടാകാം, ഉത്കണ്ഠയുണ്ടാകാം. പഠിപ്പിച്ചു തന്നൊരു വലിയ പ്രാർത്ഥനയാണ്, സഭ പഠിപ്പിച്ചു തന്ന ഒരു വലിയ, ഈശോ വെളിപ്പെടുത്തി തന്ന ഒരു പ്രാർത്ഥനയാണ്. പറയുക, ഈശോയെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എന്താ കാര്യം എന്നറിയോ? നമുക്ക് പ്രഭാഷകന്റെ പുസ്തകം 2:8 ഒന്നെടുക്കാവോ? പ്രഭാഷകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം, അതിൻ്റെ 18-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 2 വേഴ്സ് 18. എന്തിനാണ് ഈ കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നത്, ഈശോയെ ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് പറയുന്നതിൻ്റെ ഒരു ആഴത്തിലുള്ളൊരു കാര്യം അവിടെ കിടക്കുന്ന ഇതാണ്: നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. ശ്രദ്ധിച്ച്, നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. എന്ന് വെച്ചാൽ നമ്മളെ പൂർണ്ണമായിട്ട് ദൈവത്തിന് അർപ്പിക്കുക എന്നുള്ളതാണ് പ്രഭാഷകൻ പറഞ്ഞു തരിക. ഇതേ സന്ദേശം തന്നെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ പറയുന്നത്: പൂർണ്ണമായിട്ട് അങ്ങ് സമർപ്പിച്ചേക്കുക. എന്താണെന്ന് പറയുക, ഇപ്പോൾ ഓർത്ത് നോക്കി, ഇപ്പോൾ നിങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പലതിനും നീക്കി പരിധിയുണ്ട്. അത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. നമ്മളിങ്ങനെ പറയണം, നമുക്ക് ഈ രണ്ടറ്റം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ പറ്റില്ല. നമ്മളെങ്ങനെ മുട്ടിക്കാനാണ്? ഒരറ്റം തന്ന കർത്താവ് മറ്റേ അറ്റം മുട്ടിച്ചോളും എന്ന് നമുക്കറിയാമെങ്കിലും നമ്മളിങ്ങനെ കടന്ന് മല്ലുപിടിക്കുകയാണ്. നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മളെ തന്നെ തളർത്തിക്കളയുന്ന ചില സമയങ്ങളുണ്ട്. നമുക്ക് പറ്റിയില്ലാത്ത കാര്യങ്ങളിൽ അധികം മസിൽ പിടിക്കാതെ അതിനിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈശോയുടെ കയ്യിലിട്ട് അതങ്ങ് കൊടുത്തേക്കുക. കർത്താവെ, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ ദുശീലം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാൻ ഇതിനു വേണ്ടി പോകാത്ത ധ്യാന കേന്ദ്രങ്ങളില്ല, പ്രാർത്ഥന ചോദിക്കാത്ത ആളുകളില്ല, ഞാൻ പോയി കൊട്ടാത്ത വാതിലുകളില്ല, ഞാൻ പോയി മുട്ടുകുത്തി നിൽക്കാത്ത പള്ളികളില്ല. എത്ര തരത്തിലാണ് ഞാൻ പ്രാർത്ഥിച്ച്, ഒന്നും മാറുന്നില്ല. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഐ ട്രസ്റ്റ് ഇൻ യു, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കർത്തൃകരങ്ങളിലേക്കെല്ലാം അർപ്പിക്കുകയാണ്. പരീക്ഷയ്ക്ക് പഠിച്ചു തീരുന്നില്ല, ഞാൻ പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല, എങ്കിലും ഞാൻ അധ്വാനിക്കുകയാണ്. ഈശോയെ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ.
എനിക്ക് ഇത്രയും സമയമുള്ളൂ, എൻ്റെ കുഴപ്പം കൊണ്ട് ഞാൻ ഇച്ചിരിയൊക്കെ ഉഴപ്പിയിട്ടുണ്ട്. എനിക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിലൊക്കെ ഞാൻ ഉഴപ്പി. പക്ഷേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ പറ്റുള്ളൂ ഈശോയെ, ഞാൻ അങ്കിൽ അർപ്പിക്കുകയാണ്. ഞാനൊരു പാപം ഒഴിവാക്കാൻ വേണ്ടി കുറേ നാളായിട്ട് കടന്ന് ഓടി നടക്കുകയാണ്, പരിശ്രമിക്കുകയാണ്. ഈ പാപ സാഹചര്യങ്ങൾ ഓടി ഒളിക്കാൻ വേണ്ടി എല്ലായിടത്തോടും ഓടുകയാണ്. പക്ഷെ പറ്റുന്നില്ല ഈശോയെ, ഞാൻ പരിശ്രമിക്കുകയാണ്. ബട്ട് ഐ ട്രസ്റ്റ് ഇൻ യു. എനിക്കൊരു കടബാധ്യതയുണ്ട്. നാളെ ഈ പൈസ കൊടുത്ത് തീർത്തില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് തന്നെ മാനക്കേടാണ്. പറ്റുകയില്ലെന്ന് എനിക്കറിയാം. ഞാൻ നീട്ടാത്ത സ്ഥലങ്ങളില്ല, കൈ നീട്ടാത്ത സ്ഥലങ്ങളില്ല. ഞാൻ ഇതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടി കൊട്ടാത്ത വാതിലുകളില്ല. എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. ബട്ട് ഈശോയെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഐ ട്രസ്റ്റ് ഇൻ യു. അതുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഇത്ര ഒരു ഉറപ്പെന്നറിയോ. വിശുദ്ധ മരിയ ഫൗസ്റ്റീനയിലൂടെ ഈശോ അരുളി ചെയ്ത സന്ദേശങ്ങളിൽ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ ഡയറി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്ത് വായിക്കുന്നതും കൂടെ നല്ലതാണ്. ഇതിനകത്തെ 1777 പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈശോ വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യമാണ്. എൻ്റെ കരുണയെ ആശ്രയിച്ചിട്ട് അത് കിട്ടാതെ വരുന്ന ഒരാൾ അതിലും ഭേദം ആകാശവും ഭൂമിയും ഇല്ലാതാകുന്നതാണ്. നമ്മൾ വചനത്തെക്കുറിച്ച് അത് കേൾക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ കർത്താവിൻ്റെ വാക്ക് കടന്നു പോവില്ല, മാറ്റം ഉണ്ടാവില്ലെന്ന്. അതുപോലെ തന്നെ മരിയ ഫൗസ്റ്റീനയിലൂടെ ഈശോ വെളിപ്പെടുത്തിയൊരു കാര്യമാണ്. 1777 പാരഗ്രാഫിൽ ഡയറിയിൽ പറയുന്നതാണ്, എൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ട് ഒരാൾ നിരാശപ്പെടുന്നതിനേക്കാൾ നല്ലത് ആകാശവും ഭൂമി ഇല്ലാതാകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അത്ര ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു തന്നൊരു കാര്യമാണെന്നുള്ള അതേ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച ഒരാൾ പോലും നിരാശപ്പെട്ടിട്ടില്ലെന്ന്. ചേർന്ന് പറയാം ഹല്ലേലൂയ. ആ ഒരു ബോധ്യത്തോടെ തന്നെ വേണം നിങ്ങൾ ഈ പ്രാർത്ഥന ചെല്ലാൻ. ഇനി ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈശോയെ ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എവിടെയോ കേട്ട ഒരു പ്രാർത്ഥന, ഒരു പടത്തിൻ്റെ അടിയിൽ എഴുതി വെച്ച കുറച്ച് വരികൾ എന്നുള്ളതല്ല. ഈ പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട്. കാരണം ഈശോ വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യമാണ്, ഈ കരുണയുടെ പ്രാർത്ഥന ചൊല്ലിയാൽ, എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ അതിൽ നിരാശപ്പെടുന്ന ഒരാളെക്കാൾ ഭേദം ആകാശവും ഭൂമിയും ഇല്ലാതാകുന്നതാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കരുണയുടെ വാഗ്ദാനങ്ങൾ ഫൗസ്റ്റീനാമ്മയുടെ ഡയറിയിൽ മാത്രമല്ല, ദൈവം തന്നെ പഴയ നിയമത്തിൽ പ്രത്യേകമായിട്ട് 2 വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. നമ്മളൊന്നെടുത്ത് വായിക്കാം. ബൈബിളും തുറന്ന് നിയമാവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം. നിയമാവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം, അതിൻ്റെ 30-31 വാക്യങ്ങൾ നമ്മളവിടെ ഇങ്ങനെ വായിക്കാൻ ശ്രദ്ധിച്ച് കേട്ടെ. 4-ാമത്തെ അധ്യായം നിയമാവർത്തനം 30-31. നിങ്ങൾക്ക് ക്ലേശമുണ്ടാവുകയും അവസാന നാളുകളിൽ ഇവയൊക്കെയും നിങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേൾക്കേണ്ട ഒരു വാഗ്ദാനമാണിത്. പാപം ചെയ്തു പോയി ദൈവത്തിൽ നിന്ന് അകന്ന് മുഖം തിരിച്ച് നടന്ന നമ്മൾ കേൾക്കേണ്ട ഒരു വചനമാണ്. തിരിച്ചു വന്നാൽ ദൈവം കരുണാമയനായതുകൊണ്ട് അവിടുന്ന് നിങ്ങളെ വിസ്മരിക്കില്ല, കൈവിടില്ല. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം കർത്താവ് മറക്കില്ല എന്ന് ഒരു വലിയ വാഗ്ദാനം വചനം നമുക്ക് തരികയാണ്. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ആ കരുണയിൽ ആശ്രയിക്കുക. നിങ്ങൾ എത്ര വലിയ പാപികളാണോ അത്രയും വലിയ കരുണയ്ക്ക് നിങ്ങൾ യോഗ്യരാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എത്ര വലിയ പാപിയാണോ അത്ര മാത്രം ദൈവത്തിൻ്റെ കരുണയ്ക്ക് ഞാൻ യോഗ്യനാണ്. കാരണം എൻ്റെ ദൈവത്തിന് അറിയാം ഞാൻ ഇത്രയും വലിയ പാപിയാണ്. കർത്താവിൻ്റെ കരുണ ഇറങ്ങാതെ, കൃപ ഇറങ്ങാതെ ഇവൻ രക്ഷപ്പെടില്ല, ഇവള് രക്ഷപ്പെടില്ലെന്ന് ആരെക്കാളും നന്നായിട്ട് എൻ്റെ ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് ആ ഈശോ കരുണ ചൊരിഞ്ഞു തരികയാണ്. ചെതി പറ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഇതുപോലെ തന്നെ ഒരു വാഗ്ദാനം കാണുന്നുണ്ട്. നെഹേമിയയുടെ പുസ്തകം, ബുക്ക് ഓഫ് നെഹേമിയ, ചാപ്റ്റർ 9, 9-ാമത്തെ അധ്യായം. നെഹേമിയ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. അവിടുന്ന് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തി. എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ചാൽ മതി. പാപം ചെയ്തു, ഇത് തെറ്റായിപ്പോയെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നമ്മൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് കരുണ തന്നു, കരുണ നൽകി നമ്മളെ വീണ്ടും അനുഗ്രഹിച്ചു. എന്നാൽ ഇതുമായിട്ട് ചേർത്ത് വായിക്കുക. സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ പിന്നെയും കർത്താവിനെതിരെ തിരിഞ്ഞു. നമ്മളെപ്പോലെയൊക്കെ തന്നെ പഴയ നിയമത്തിൽ ഒരു സൂചന നൽകുകയാണ് നമ്മളെക്കുറിച്ച്. അവർ ദൈവത്തിനെതിരെ തിരിഞ്ഞു. ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തി. തുടർന്ന് നമ്മൾ വായിക്കും, അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ കാരുണ്യാതിരകത്താൽ അവിടുന്ന് പല തവണ അവരെ രക്ഷിച്ചു. എന്നുവെച്ചാൽ വീഴുന്നു, എഴുന്നേക്കുന്നു, പാപത്തിൽ വീഴുന്നു,
കർത്താവ് കാരുണ്യം കാണിക്കുന്നു. നമ്മൾ പിന്നെയും വീട് പോകുന്നു, കർത്താവ് കൂടുതൽ കാരുണ്യം കാണിക്കുന്നു. കാരുണ്യാതിരകത്താൽ ഇൻ ദ അബണ്ടൻസ് ഓഫ് ഗോഡ്സ് മെർസി ഹി സേവ്ഡ് us again and again. കർത്താവ് തൻ്റെ കാരുണ്യാതിരകത്തിൽ നമ്മെ പലതവണ വീണ്ടും വീണ്ടും രക്ഷിച്ചു എന്ന് നെഹെമ്യ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുകയാണ്. 31-ാമത്തെ വാക്യം, എന്നാൽ കാരുണ്യാതിരേകം നിമിത്തം അവിടുന്ന് അവരെ നിർമൂലമാക്കുകയോ പരിത്യജിക്കുകയോ ചെയ്തില്ല. അവിടുന്ന് ദയാലുവും കൃപാനിധിയുമായ ദൈവമാകുന്നു. പഴയ നിയമത്തിൽ അവർക്ക് ബോധ്യപ്പെട്ട ഒരു കർത്താവിൻ്റെ മുഖമാണ്. ഈ ദൈവം ദയാനിധിയാണ്, ഈ ദൈവം കൃപാലുവാണ്, പാപങ്ങൾ ചെയ്താലും ഞങ്ങളെ വീണ്ടും വീണ്ടും രക്ഷിക്കുന്ന ഒരു ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. ആ ദൈവം കരുണയാണ്. ചെതി പറ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. ഒപ്പം തന്നെ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയിലൂടെ ഈശോ തന്നെ നൽകിയ കുറച്ച് വാഗ്ദാനങ്ങളുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ ആ ഡയറി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് വായിക്കുക, ഇല്ലെങ്കിൽ ഒരു മേടിക്കുക, നല്ലതാണ്. നമ്മുടെ ഒരു ആത്മീയ ഉത്കർഷത്തിന്, ആത്മീയ വളർച്ചയ്ക്കൊക്കെ നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നൊരു എഴുത്തുകളാണ് ഈശോ കൊടുത്ത വെളിപ്പെടുത്തലുകൾ. അതിനകത്ത് 1784 പാരഗ്രാഫിൽ ഒരു വാഗ്ദാനമുണ്ട്. ഈ കരുണയിൽ ആശ്രയിക്കുന്നവർക്കുള്ള ഒരു 3-4 അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. 1784 നമ്മളിങ്ങനെ വായിക്കാം. ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും വിശുദ്ധി സാധ്യമാകും. ഏറ്റവും വലിയ പാപിക്ക് ഏറ്റവും വിശുദ്ധി സാധ്യമാകും. നമ്മൾ തഴഞ്ഞു കളഞ്ഞവർ, അത് നമ്മുടെ ചുറ്റുമുള്ളവരായിരിക്കും, ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും. ഇനി രക്ഷയില്ല, പാപത്തിൻ്റെ പടുകുഴിയിലായിപ്പോയി എന്ന് പറഞ്ഞ ആൾക്കും ഈശോയുടെ കരുണയിൽ ആശ്രയിച്ചാൽ ഏറ്റവും വിശുദ്ധരായി തീരാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു വാഗ്ദാനം ചേർന്ന് പറ ഹല്ലേലൂയ. ഒപ്പം തന്നെ ശരണപ്പെട്ടതിൻ്റെ പേരിലോ ലജ്ജിതരാക്കാൻ സ്വർഗം നമ്മളെ അനുവദിക്കില്ല എന്ന്. 1273 ദൈവം അവരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു, ദൈവം തന്നെ അവരെ പരിപാലിക്കുന്നു. കുറച്ചുകൂടെ നീളമുള്ള വാക്കുകളാണ്, അച്ഛൻ അത് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ദൈവം തന്നെ അവരെ പരിപാലിക്കുന്നു, ദൈവം അവരെ വളരെ അധികം ഇഷ്ടപ്പെടുന്നു എന്ന്. ആരെ? കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ, എന്നെയും നിങ്ങളെയും ഒക്കെ. ചെതി പറ ഹല്ലേലൂയ. അവസാനമായിട്ട് 1520 1520 മരണസമയത്ത് അവരെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നു. എന്ന് വെച്ചാൽ നല്ല മരണം, സ്വസ്ഥമായ ശാന്തമായ മരണം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ അനുഗ്രഹം നീണ്ടു നിൽക്കുന്നു എന്നാണ് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ നമുക്ക് നൽകിയ സൂചന. ചേർന്ന് പറ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. വലതുകൈ ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഓർക്കണം, ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചതിനേക്കാളും മുകളിൽ നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചതൊക്കെ ഈ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, കർത്താവിനെ ഞാൻ അങ്ങനെ ആശ്രയിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ കരുണയുടെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ്. പിടിയിട്ടുന്നുണ്ടോ? കരുണയുടെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ്. ഈശോയെ ഞാനങ്ങനെ ശരണപ്പെടുന്നു, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്നുള്ള ഈ ഒരു കുഞ്ഞു പ്രാർത്ഥനയൊക്കെ വലിയ മഹാസമുദ്രങ്ങളുണ്ട്, വലിയ നദികളുണ്ട്. അതും കൂടെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് ചുരുക്കത്തിൽ അച്ഛന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി ദീർഘമായിട്ട് പറയുന്നില്ല. എങ്കിലും നമ്മൾ അറിയേണ്ട വലിയൊരു കാര്യമാണ്, കർത്താവിൻ്റെ കരുണയുടെ നീർച്ചാലുകളുണ്ട്, മഹാനദികളുണ്ട്, മഹാസമുദ്രങ്ങളുണ്ട്, വലിയ ജലാശയങ്ങളുണ്ട് കർത്താവിൻ്റെ കരുണയുടെ. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്നുള്ള പ്രാർത്ഥന ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ്. അപ്പം നിങ്ങൾ ഓർത്തു വയ്ക്കുക, മഹാസമുദ്രം എത്ര വലുതായിരിക്കുന്നു. ആ മഹാസമുദ്രം എന്താണെന്നറിയോ? വിശുദ്ധ കുർബാനയാണ്, ഹോളി യൂക്കറിസ്റ്റ്. കാരണം അതിനെക്കുറിച്ച് നമുക്ക് വാക്കുകളില്ല പറയാൻ. ദൈവത്തിൻ്റെ കരുണയാണ് വിശുദ്ധ കുർബാന. ഈ ലോകത്തിൽ നമ്മുടെയൊക്കെ ജീവൻ നൽകാൻ, നമ്മുടെ ആത്മാവിന് പോഷണമായി, നമ്മുടെ ശരീരത്തിന് സൗഖ്യമായി, നമ്മുടെ യാത്രയിൽ പാതേയമായി നമുക്ക് സ്വർഗം തന്ന അപ്പമാണ്, ഈശോയുടെ ശരീരമാണ്, രക്തമാണ്. ദൈവത്തിൻ്റെ കരുണ, അതിൻ്റെ മഹാസമുദ്രമാണ് വിശുദ്ധ കുർബാന. ചേർന്ന് പറ ഹല്ലേലൂയ. നമുക്ക് കരുണ ലഭിക്കുന്ന ഏറ്റവും വലിയ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയാണ്. കാരണം അവിടെ ഈശോ, ദൈവത്തിൻ്റെ കാരുണ്യം ജീവനോടെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അല്ലേ നമ്മൾ മറ്റൊരു വാക്കി പറയുന്നത് എന്താണ്? ദിവ്യകാരുണ്യം സ്വീകരിച്ചു അല്ലേ? ആരാധനയ്ക്കിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ആരാധന എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഒരു കോമൺ യൂസേജിൽ നമ്മൾ പറയുന്നത് എന്താണ്? ദിവ്യകാരുണ്യ ആരാധന. ദൈവികമായ കരുണയെ നമ്മൾ ആരാധിക്കുകയാണ് ഓരോ സമയത്തും. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം ജീവനോടെ നമ്മൾ കയ്യിലോട്ട്, നമ്മുടെ നാവിലോട്ട് ഏറ്റുവാങ്ങണം, നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങണം. ചേർന്ന് പറ ഹല്ലേലൂയ. കൃപയുടെ മഹാസമുദ്രം, ദൈവകരുണയുടെ മഹാസമുദ്രമാണ് വിശുദ്ധ കുർബാന. ഒപ്പം നമുക്ക് കരുണ ലഭിക്കുന്ന ഒരു വലിയൊരു കവാടമുണ്ട്, നമുക്ക് കരുണ ലഭിക്കുന്ന ഒരു സിംഹാസനമുണ്ട്, ഒരു വാതിലുണ്ട്. അതാണ് വിശുദ്ധ കുമ്പസാരം. കരുണയുടെ ആഘോഷം എന്നാണ് സഭ വിശുദ്ധ കുമ്പസാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം. കരുണയുടെ ആഘോഷം.
എന്നുവെച്ചാൽ ഒരു പാപി ഞാൻ പോയിട്ട് മുട്ടുമടക്കി കുമ്പസാരിക്കുമ്പോൾ അവിടെ വലിയ പെരുന്നാൾ നടക്കുകയാണ്. സ്വർഗവും ഭൂമിയും മാലാഖമാരെല്ലാം കൂടെ ഒരുമിച്ച് ആഘോഷിക്കുന്ന വലിയൊരു പെരുന്നാൾ, വലിയൊരു ആഘോഷം, കരുണയുടെ ആഘോഷം. കാരണം ഏറ്റവും വലിയ പാപിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഏറ്റവും വലിയ കാരുണ്യം ലഭിക്കുന്ന ആഘോഷം അവിടെ നടക്കുകയാണ്. കരുണയുടെ ആഘോഷം എന്നല്ലാതെ കുമ്പസാരത്തെ നമ്മൾ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ വിളിക്കുന്നത്? ദൈവത്തിൻ്റെ കരുണയുടെ ആഘോഷം. ഞാൻ ആ ഒരു പാപി പോയി മുട്ടുമടക്കുമ്പോൾ അവിടെ തപ്പുമേളം എൻ്റെ ആഘോഷമാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. കരുണയുടെ ആഘോഷം നടക്കുകയാണ് ഓരോ കുമ്പസാരത്തിലും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല കാരണങ്ങൾ പറഞ്ഞ്, പല ഒഴിവുകഴികൾ പറഞ്ഞ് കുർബാനയും വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും ഒക്കെ നമ്മൾ ഒഴിവാക്കുമ്പോൾ ഓർക്കണം, നമ്മൾ മാറി നിൽക്കുന്നത് കരുണയുടെ സിംഹാസനത്തിൽ നിന്നാണ്, കരുണയുടെ മഹാസമുദ്രത്തിൽ നിന്നാണ് നമ്മൾ മാറി നിൽക്കുന്നത്. ഈ ഒരു മഹാസമുദ്രം നമുക്കുള്ളപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തൃപ്തിപ്പെടേണ്ടവരല്ല നമ്മൾ. കാരണം ഒരു കുഞ്ഞു പാപിക്ക് മതി ഈ കുഞ്ഞു ഗ്ലാസ്. നമ്മൾ വലിയ പാപികളാണ്, നമുക്ക് കാരുണ്യം കൂടുതൽ ആവശ്യമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കണം, കുമ്പസാരത്തിന് കൂടെ കൂടെ ചെല്ലണം. കർത്താവിൻ്റെ കരുണ ഏറ്റവും വലിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കണം, സ്വീകരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഒപ്പം തന്നെ നമുക്കറിയാവുന്ന ദൈവകരുണയുടെ മറ്റ് നീർച്ചാലുകൾ, കുഞ്ഞു കൈവഴികൾ, കുഞ്ഞു അരുവികളൊക്കെയാണ് വിശുദ്ധ ഫൗസ്തീനായിലൂടെ ഈശോ വെളിപ്പെടുത്തി തന്നതും നമ്മുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഈശോയുടെ ആ ഒരു ദൈവകരുണയുടെ ഛായാചിത്രം ഈശോ അനുഗ്രഹിക്കുന്ന ഒരു പടം. 2 റേസ് ഉണ്ട്, ഒരു ഓഫ് വൈറ്റ് കളർ, ഒരു റെഡ് കളറിലൊക്കെ ഈശോ അനുഗ്രഹിക്കുന്നു. അതിൻ്റെ താഴെ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്നുള്ളൊരു പ്രാർത്ഥന. തീർച്ചയായിട്ടും നിങ്ങളുടെ മുറികളിൽ, നിങ്ങളുടെ ഓഫീസുകളിൽ, നിങ്ങളുടെ കയ്യിലൊക്കെ ഇതിൻ്റെ ഒരു പടമൊക്കെ ഉണ്ടാവും. ഈശോയുടെ കാരുണ്യത്തിൻ്റെ ചിത്രമാണ്. അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ ഒരു വെള്ള വെളിച്ചം, ഒരു ഓഫ് വൈറ്റ് കളറ് ഈശോയ്ക്ക് നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന ഒരു ജലത്തിൻ്റെ അടയാളമാണ്. ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ വെള്ളമായിട്ട് രക്തമായിട്ടൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. ആത്മാവിനെ പോഷിപ്പിക്കുന്ന ജലം, ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന ജലം, ഒപ്പം ആത്മാവിന് ശക്തി നൽകുന്ന തിരുരക്തം. ഈശോയുടെ പടത്തിൽ ആ ഒരു ചിത്രത്തിൽ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ കരുണ നീർച്ചാലായിട്ട് നമ്മിലേക്ക് ഒഴുകുകയാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒപ്പം നമുക്കറിയാം, നമ്മൾ ചൊല്ലുന്ന കരുണക്കൊന്ത നമ്മുടെ പ്രാർത്ഥനയുടെ നിത്യേനയുള്ള പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുള്ള കരുണക്കൊന്ത. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? വലിയ പാപികളെയും കഠിന പാപികളുടെ മാനസാന്തരം നടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ടവരുടെ പാപത്തെ ഓർത്ത്, ദുശീല ജീവിതത്തെയൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, ഇവർ കുമ്പസാരത്തിന് പോകുന്നില്ല, ദൈവത്തിലേക്ക് അടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ഓർക്കണം, ഈ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പവറുണ്ട്. ഏത് വലിയ പാപിയെയും കുമ്പസാരക്കൂട്ടിലേക്ക് അടുപ്പിക്കാൻ ശക്തിയുണ്ട്. മാനസാന്തരത്തിൻ്റെ വാതിലിലേക്ക് അടുപ്പിക്കാൻ ശക്തിയുണ്ട് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഇവരോട് കരുണ തോന്നണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ പാപികളുടെ മാനസാന്തരം നടക്കുകയാണ്. ഒപ്പം പ്രകൃതിക്ഷോഭങ്ങൾ, മറ്റ് ദുരിതങ്ങളിലൊക്കെ ഈ ഒരു ജപം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ അതിനൊന്നും പറയുന്നില്ല. മൂന്നാമത്തത് ദൈവകരുണയുടെ നൊവേന. 9 ദിവസം നമ്മൾ പല നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് സഭയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടിയിട്ടൊക്കെ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോ നൽകിയ വാഗ്ദാനം ഇതാണ്: എല്ലാവിധ സ്വർഗീയ കൃപാവരങ്ങളും കൊണ്ട് ഇത് ചൊല്ലുന്നവരെ, ഈ നൊവേന ചൊല്ലുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്. അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു നീർച്ചാല്, ഒരു അരുവിയാണ് ദൈവകരുണയുടെ നൊവേന 9 ദിവസത്തെ. ഒപ്പം നമുക്കറിയാം ദൈവകരുണയുടെ തിരുനാൾ ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുകയാണ്. 2000 ആണ്ടിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് എല്ലാ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കണമെന്ന് ആഗോള സഭ മുഴുവനായിട്ട് ഒരു ആഹ്വാനം നൽകിയത്. അന്ന് മുതൽ ഇന്ന് വരെ സഭ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ നമുക്കറിയാലോ, നമ്മൾ തുടക്കം പോലും ചിന്തിച്ചതാണ്, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യം ദൈവത്തിൻ്റെ കരുണയാണ്. ആ തിരുനാൾ വലിയൊരു ദിവസമായിട്ട് നമ്മൾ ആചരിക്കുക തന്നെ ചെയ്യണം. വലിയൊരു വാഗ്ദാനം ഈശോ കൊടുത്തിരിക്കുന്ന ഇതാണ്: ആ ദിവസം കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഒരു കംപ്ലീറ്റ് ക്ലീനിങ് നടക്കുകയാണ്. പാപത്തിൽ നിന്നുള്ള ഒരു സമ്പൂർണ്ണ മോചനം ഈശോ കൊടുക്കുകയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കണം, കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, പുണ്യപ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. ഒരു കംപ്ലീറ്റ് ക്ലെൻസിങ്, ഒരു പരിപൂർണമായ വിശുദ്ധി കർത്താവ് കൊടുക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഒപ്പം നമുക്കറിയാം ദൈവകരുണയുടെ മണിക്കൂർ, അത് 3 മണി നേരം നമ്മളത് ഒട്ടുമിക്ക പേരും നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ആ ഒരു സമയത്ത് 3 മണി നേരത്ത് ആ ഒരു സമയം മാറ്റിവെക്കുക. ഈശോയ്ക്ക് വേണ്ടി, ദൈവകരുണയ്ക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയത്ത് ചിലർ കുരിശിൻ്റെ വഴി ചെല്ലാറുണ്ട്, ചിലർ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി ഇരിക്കാറുണ്ട്, ചിലർ കരുണക്കൊന്ത ചെല്ലാറുണ്ട്. എന്താണോ നിങ്ങൾക്ക് സാധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ആ ഒരു 3 മണി സമയം
ഒരുപക്ഷെ പഠനത്തിലായിരിക്കാം, ജോലിയിലായിരിക്കാം. ആ ഒരു സമയം നിങ്ങളൊരല്പസമയം ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കുക. നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരല്പസമയം ദൈവകരുണയ്ക്ക് വേണ്ടി ധ്യാനിക്കുക. കരുണയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി, നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി ആ കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് അവസാനമായിട്ട് കാരുണ്യപ്രവർത്തികൾ ചെയ്യുക. നമ്മുടെ പിതാവ് കാരുണ്യവാനാണ്. ആ പിതാവിനെ പോലെ നമ്മളും കാരുണ്യമുള്ളവരായിരിക്കണമെന്ന് ഈശോയുടെ ആഹ്വാനമാണ്. കരുണ കാണിക്കണം എന്നുള്ളത് ഈശോയുടെ ആഹ്വാനമാണ്. ഈശോ തൻ്റെ പ്രഘോഷണങ്ങളിലൂടെ, ഉപമകളിലൂടെയൊക്കെ പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കരുണ കാണിക്കണം, കാരണം നിങ്ങൾക്ക് കരുണ ലഭിച്ചു. നോക്കിയേ, വിഷമങ്ങളുള്ളവരാണ്, പാപികളാണ്. ഇതിൽ നിന്നൊക്കെ നമ്മളെ ഇപ്പോൾ ഈശോ പിടിച്ചു നിർത്തിയേക്കുന്നത് എന്തുകൊണ്ടാണ്? കരുണ കൊണ്ടാണ്. നമ്മളോട് കാരുണ്യം കാണിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കണേ. ഒരുപാട് പ്രശ്നങ്ങളിലോ നാണക്കേടുകളിലോ ഒക്കെ നമ്മൾ പെട്ടുപോയേക്കായിരുന്നു. നമ്മുടെ പാപങ്ങൾ പുറത്തറിയായിരുന്നു, നമ്മുടെ കുറവുകൾ അറിയായിരുന്നു, നമ്മൾ ചെയ്തു പോയ കൊള്ളരുതായ്മയൊക്കെ ലോകത്തിന് അറിഞ്ഞ് നമ്മൾ നാണം കിട്ടുപോയനെ. നമ്മുടെ ഈ പാപങ്ങളിൽ നമ്മൾ നശിച്ചു പോയനെ, നമ്മുടെ കടങ്ങളിൽ നമ്മൾ നശിച്ചു പോയനെ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ നശിച്ചു പോയനെ, നമ്മുടെ ടെൻഷനുകളിൽ നമ്മൾ പൊട്ടി തകർന്നു പോയനെ. അവിടെ ഒന്നും തകരാതെ നമ്മളെ പിടിച്ചു നിർത്തിയത് ഈശോയുടെ കാരുണ്യമാണ്. കരുണ നമുക്ക് ലഭിച്ചു. ആ കരുണ ലഭിച്ചവർ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. അത് വാക്കിൽ, പ്രവൃത്തിയിൽ, പ്രാർത്ഥനയിൽ. 3 കാര്യങ്ങളാണ്. വാക്കിൽ, പ്രവൃത്തിയിൽ, പ്രാർത്ഥനയിൽ. നമ്മുടെ സംസാരം കരുണ നിറഞ്ഞതായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാം. ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കാം, ഒരു നേരത്തെ ഭക്ഷണം, അല്പം മരുന്ന് മേടിച്ചു കൊടുക്കാൻ, ഒരാളെ പോയി സന്ദർശിക്കാൻ, ഒരാളുടെ ഒരു ആശ്വാസവാക്ക് പറയാൻ, നമ്മുടെ പ്രസൻസ് കൊണ്ട് നമുക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാം. ഒപ്പം പ്രാർത്ഥിക്കാം. നമുക്കറിയത്തില്ലാത്ത ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയത്തില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ അവർ ഈ തെറ്റ് ചെയ്തു, അവർ ഈ ക്രൈമിൽ പിടിക്കപ്പെട്ടു, അവർ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ എന്നൊക്കെ കേൾക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ പോലെ അപകടങ്ങളിലേക്ക് പോകുന്ന, പാപങ്ങളിലേക്ക് പോകുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 123 സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ചതുപോലെ, ദാവീദ് 51 സങ്കീർത്തനത്തിൽ പ്രാർത്ഥിച്ച പോലെ, കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ചോദിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കും. കരുണ വാരി വർഷിക്കും. കാരണം കർത്താവിനറിയാം നമുക്ക് മനസ്സിലായില്ലെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അവിടുത്തെ കരുണയാണ്. ചേർന്ന് പറ ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണ നമ്മൾ ഓരോരുത്തരിലേക്കും നിറയട്ടെ. ഈശോയുടെ അനുഗ്രഹത്താൽ കരുണയിൽ സമ്പന്നരായി നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.